എടാ കുട്ടി ആരാമലേ ചന്തി പോയി ഒരു ചെരുപ്പപ്പുറത്ത് ആദ്യം വീട്ടിലേക്ക് ചാടി. അപ്പൊ ഉണ്ടായ സംഭവമാണ്. ഏട്ടാ ഫോൺ എടുത്തോ? ഗുളികയിലുണ്ട് കേട്ടോ. ഗുളി കുടിച്ചില്ലേ? അച്ചാപ്പി നടന്നു പോണു. ആ എന്നെ വണ്ടി ഏട്ടപ്പം വണ്ടിയുമ്പോ നടക്കണം പോലെ ഒന്ന്. എന്താ മോളെ കണക്ക്. പതുക്കെ പതുക്കെ ആദ്യം അടിക്കണ എങ്ങനെയാ നോക്കട്ടെ. അതെന്താണ് അങ്ങനെ? എന്നാ ആദ്യം ഇജ്ജ് പഠിക്കുന്നോ? ഓനവിടെ പോയിക്കട്ടെ. ആ ഇറക്കാണ്. ഇനി കാര്യമൊന്നും അടിച്ചേ. അടിക്കടാ. അയ്യോടാ പാവാ. ആകെ ഒരു കോലെടുത്താണ് തോണ്ടിക്കളേ. ഡേ എന്ത് പാടി വിളിച്ച് ആരെ വിളിച്ചോ കോടൊക്കെ ഇന്നലെ? എല്ലാതൊന്നുമില്ല, ഇപ്പൊ ഒക്കെ പരീക്ഷയാണ്. എല്ലാ മാസവും ഈ പ്രോഗ്രസ് കാർഡിലും എല്ലാ വീട്ടിലും ഇപ്പൊ കുറച്ചായിട്ട് പരീക്ഷ ഇടൽ കൂടുതലാണ്. ഇന്നിപ്പോ ഒരു പരീക്ഷയില്ല, എന്നാണ് ഒരു ഒഴിവ്. ആ സംസ്കൃതം ഉണ്ട്, അത് പിന്നെ ഈസി ആയ കൊണ്ട് കുഴപ്പമില്ല. ചെയ്യാത്തവർക്ക് അതിന്റെ പിറ്റേസ് അതിനും പാഠങ്ങൾ കിടക്കുന്നുണ്ട് കുട്ടി. പിന്നെ എന്താ ഇംഗ്ലീഷ് ഇപ്പൊ 2 ദിവസമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി അതിക്ക് തിന്നാൻ വേണ്ടി എടുത്തു വെച്ചതാ. ഇപ്പൊ ഇവിടെ അച്ഛൻ അതെ എന്നും കെട്ടിട്ട് ഇന്ന് കെട്ടില്ലാത്തേ കൊണ്ട് കുട്ടിക്ക് സുഖല്ലേ? കെട്ടിട്ട് കുട്ടിക്ക് സുഖല്ല. അച്ഛ പറഞ്ഞില്ല, ഞാൻ പറയാ. അച്ഛൻ്റെ അമ്മ പറഞ്ഞാ മതി, ഊക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പാവല്ലേ. ചാറ്റോ അങ്ങോട്ടോ കഴിഞ്ഞ കോപ്രായൊക്കെ ഇതില് കണ്ട്. വാവ്, തുള്ളൽ മത്സരം. ഓട്ടം തുള്ളൽ. അങ്ങനെയൊന്നും കാട്ടാൻ പാടില്ല വീഡിയോക്ക്.
തിരുമ്പിയത് എൻ്റെ അടുത്ത് തിരുമ്പുക. നിന്റെ പണി എന്താണെന്നറിയാം? ഉണ്ടമ്മ പറയ കടന്നുറങ്ങുക, അല്ലെങ്കിൽ ഈ റാക്കിന്റെ മുകളിൽ നിന്ന് കേറി തട്ടിക്കൊക്കെ. പോയില്ല ചാണാൻ തളിക്കല്. കൊണ്ടുവന്നാലോ? ആ ചാണകമൊക്കെ പുളി പുളി എന്തിനു ഞാൻ ഇതാണ് ഗൈസ് കറുത്ത ഉപ്പേര, പരിപ്പും തക്കാളിയും. എടി മീൻ ഇടിക്കലാണ് സ്കൂൾക്ക് ഉണ്ടാവാൻ വേണ്ടേ? മീൻ വറുത്തതോ? പക്ഷെ ഇതൊന്നും വൈകുന്നേരത്തേക്ക് ഉണ്ടാവൂല. തിന്നാൻ കൊടുക്കുക കാണിച്ചു. തന്നെയാണ് തരുന്നതേ. സുർക്കല്ലടാ. ആ പിന്നെന്താ, ഞാൻ പറഞ്ഞില്ല ഇന്ന് ഇറങ്ങുന്നുള്ളത്. അതിന്റെ നേരത്തെ കണ്ടിട്ടോ ചോറിട്ട് നേരെ ഫുള്ള് തിന്നാൻ പറ്റിയില്ല. എത്ര ചോറുണ്ട് പോണ്ടേ? എത്ര ചോറാ? നല്ല പൊളി വന്നു. ചിക്കൻ സ്റ്റൂ ആവണേ. രാവിലെ പരമാവധി വയസ്സ് കുറച്ചൊക്കെ തേങ്ങാപ്പാൽ വെച്ചാ കട്ടി തേങ്ങാപ്പാൽ ഞാൻ കൂട്ടാം. അണ്ടയിൽ വെച്ചാൽ നിർത്താൻ മതി. കുഴപ്പമില്ലേ? കറി വെച്ചോക്കി. പ്രളയത്തിലുണ്ടായില്ല അങ്ങനെ? കറി ഉണ്ടായില്ലേ? ആ ഒക്കെ കൂട്ടി കുഴക്കി അപ്പോഴാണ് കറി ഉണ്ടാവുക. പുതിയ പോസ്റ്റ് ഉണ്ടല്ലേ? പുതിയ പോസ്റ്റ് ആ പോസ്റ്റ് പൊട്ടി വന്നതാണ്. ഇന്നലത്തെ മീനും മാങ്ങയും കറി ഉണ്ട്. അവിടെ വേണോ? അവിടെ ഉണ്ട് ഒരു പാത്രത്തിൽ. അതിൻ്റെ മുകളിൽ കറുത്തപ്പേരി ഉണ്ടാവും. അതിൻ്റെ അടിയിലാണ് കേട്ടോ, കുഞ്ഞി പാത്രത്തിൽ. എന്ത്? അതെ എന്താ? രണ്ട് കല്ല് ഇല്ലടാ, ഇതൊന്നും ഇട്ടിട്ടില്ല.
ഈ ലുക്ക് തന്നെ പോയിരുന്നു. അന്ന് ഈ പാന്റ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളു. നല്ല അടിപൊളി ജീൻസിന്റെ കോയില് പാന്റുകൾ കണക്ക് ഇങ്ങനെ വാങ്ങി തന്നിരുന്നു. എന്നൊരു അങ്ങോട്ട് പോകുക. ഒരു ഉമ്മത്തല്ലേ ഓന് അതല്ലേ ഒരുക്കി തന്നേ. സത്യത്തിൽ ഇത്ര നേരം ഓഫ് ചെയ്യുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ ഫോണ്. അതിലടച്ചോ മുഴുവനുള്ള സ്വഭാവം മാറിപ്പോയി. രണ്ടും കൂടി ഉണ്ട്. കൊണ്ടിട്ട് അങ്ങനെ ഗൈസ്, ഇവിടെ ഒരാള് മുട്ട ഉണ്ടാക്കാണ്. പുതിയ കുറ്റിയൊക്കെ ആയിട്ട് എന്താടാ ഇപ്പൊ തന്നെ വെപ്പിക്കല്ലേ ചിന്നെ കൊണ്ട്. ആയിട്ടില്ല, ചൂടായിട്ടില്ല. ആ അപ്പൊ രസം ഉണ്ടാവൂല. അത്തടാ പച്ചരി കഴുകാൻ മറന്നില്ല. കഴുകിട്ട് കേട്ടോ നമുക്ക്. ഞാൻ നേരെ ഇട്ടുണ്ടല്ലോ. നമുക്ക് കഴുകുമ്പോൾ തന്നെ കൊണ്ടേ വിരിക്കുമോ? ഞാൻ അതുകൊണ്ട് പരത്ത്. കണ്ണൻ ക്രിയേഷൻ മുട്ട. കൊണ്ടറ രാമൻകുട്ടി അങ്ങനെയല്ലടാ, അങ്ങനെയൊന്നും അല്ലടാ. ഇതെങ്ങനെ ഗൈസ്, അവന് ഊറ്റൊന്നുണ്ട് ഗൈസ്. പിക്കപ്പ് പിക്കപ്പ് കൊട്ട ജീപ്പില്ലേ? പിന്നെ ചെറിയ പിക്കപ്പല്ലേ? എങ്ങനെയറിയോ? അതിന്റെ വെയിറ്റും കൊണ്ട് അതിന്റെ കൊട്ട പൊട്ടിയിട്ടുണ്ടാവും. ഞാനും കരുതിയ പൊളിങ്ങ. അമ്മ നാളെ ചെറിയ ഉപ്പി വെള്ളം കൊണ്ടുപോകുമ്പോഴേ തേൻ ആക്കി തന്നെ. തേൻ വെള്ളം തേൻ വെള്ളം
ഉണക്കപാത്രം കൊണ്ടുപോകുന്നു. ഞാനിവിടെ വാതിലടയ്ക്കുന്നു. ഞാനാ ട്രൗസർ ബാബോട്ട് പോകുന്നു. വേണ്ട വേണ്ട ചീഞ്ഞോളത്തെ വേണ്ട. ഈ ഭാഗത്ത് നിറച്ചുണ്ട്. മൊത്തം സ്റ്റാൻഡ് പിടിച്ച് നടക്കുന്നില്ലേ? ഇവിടേക്ക് ഇങ്ങനെ ഇട്ടോണ്ട് വെച്ചിട്ട് ഇപ്പോൾ സമയം 6:40. നമസ്കാരം ടീച്ചറെ, എന്തെന്ന് പഠിപ്പിച്ചാലേ ഒന്ന് വന്നോ? ഗുഡ് മോർണിംഗ് ശാന്തേച്ചി. പോയെങ്ങനെയായിരുന്നു? കൊരങ്ങന്മാർ ഇവിടെ കൂടിയിട്ടോ. ഇന്നും ഉണ്ട് കൊരങ്ങന്മാര്. വീടിന്റെ മുകളിലേക്ക് കയറാൻ നോക്കിയില്ലേ? കേറിയോ? മുളകാണെന്ന് കൂട്ടിക്കോ. 13 250 ഉണ്ട് എന്തായാലും. ഇത് ഞാൻ പറയട്ടെ, ഒരു 350-400 ഞാൻ പറയട്ടെ, 500 തന്നെ ഉണ്ട്. ഒരിക്കലും 500 ഉണ്ടാവും. അമ്മ പറഞ്ഞത് അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഒന്ന് പെട്ടെന്ന് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സവോള അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നല്ലോണം ഒന്നും വാടാൻ തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ തന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ.
അപ്പം ഞാനിത് ഈ ഒരു സമയത്തും ഇതിൻ്റെ വോയിസ് ചെയ്തിടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്കിൽ മക്കൾ ഫോണിൽ പാട്ട് വെച്ചിട്ടേ അപ്പോൾ അതൊക്കെ ഉണ്ടായപ്പോൾ ഞാനത് കട്ടാക്കി കളഞ്ഞിട്ട് വോയിസ് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. ശരിക്കും ഒന്ന് മടി പിടിച്ചുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാതെ അങ്ങനെ തന്നെ ഇട്ടത് കേട്ടോ. വോയിസ് കൊടുക്കുമ്പോൾ കുറേ സമയം വേണം, അപ്പോൾ അത് വേണ്ടെന്ന് ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആ ഒരു വീഡിയോയിലുള്ള വോയിസൊക്കെ അങ്ങനെ ഇട്ടത് കേട്ടോ. പിന്നെ അതാ പൊടികളെ പച്ചമണം മാറി വന്നപ്പോൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു, അതും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടി വാടി വന്നതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ മീനിന് പോയതായിരുന്നു, അപ്പോൾ മീനൊന്നും കിട്ടിയില്ല പറഞ്ഞിട്ടാണ് ചിക്കൻ വാങ്ങിയത്. അപ്പോൾ കുറച്ച് ചിക്കൻ തന്നെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാക്കണ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ചില ദിവസമൊക്കെ ഞാൻ ചിക്കൻ കറി വയ്ക്കുന്ന സമയത്ത് ചിക്കൻ മസാലയും കുരുമുളക് പൊടി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കൽ കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, അപ്പോൾ എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ തട്ടിപ്പൊത്തി അടച്ച് വെച്ചാൽ ചിക്കൻ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിലാണ് ഞാൻ വേവിച്ചെടുത്തത് കേട്ടോ. ലാസ്റ്റ് ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തേനെ. പിന്നെ ഇതാക്കണ മേലെഴുകലൊക്കെ വന്ന് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് പിന്നെ ഞാൻ ഫുഡൊക്കെ വിളമ്പാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കണ്ണനാണെങ്കിൽ സൈലത്തിൻ്റെ ക്ലാസ് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ആ ഒരു സമയത്തോളം കഴിക്കൂല കേട്ടോ. അപ്പോൾ അച്ഛനുള്ള കഞ്ഞിയും ചക്കയും ഇറച്ചിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നന്ദു അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുവിനെ ഞാൻ ഉൾപ്പെടുത്താതിരുന്നത്, നന്ദു കുപ്പായ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സൊന്നും ഇടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചില വീഡിയോസിനൊക്കെ കേട്ടോ. ചിലപ്പോൾ അതിനൊന്നും കുഴപ്പമുണ്ടാവില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അവനെ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അനമോക്ക് ചക്കയൊന്നും വേണ്ടായിരുന്നുള്ളൂ, ചിക്കൻ കറിയും ചോറുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഉപ്പേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ ഉപ്പേരിയും കൂടി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് റെജില, അതേപോലെ മല്ലിക ചേച്ചി, അങ്ങനെ 1-2 ആൾക്കാരോ എന്നോട് ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും പേര് മറന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ വലിയൊരു ഹായ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക്